ുമായി യാതൊരു ബന്ധവുമില്ലാത്ത ബഡ്ജറ്റാണ് ഇവിടെ പ്രഖ്യാപിച്ച കുട്ടനാട് പാക്കേജ്. തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ 2500 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു, ഒന്നും നടന്നില്ല. വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു, ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു, ഒന്നും നടന്നില്ല. അപ്പോൾ പ്രഖ്യാപനങ്ങളല്ലാതെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒന്നും ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ട ഗവൺമെൻറ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇപ്പോൾ ചെറിയൊരു തുക വെച്ചു എന്നുള്ളതല്ലാതെ എന്താ ഉള്ളത്? അതുപോലെ തന്നെ പെൻഷൻ കൂട്ടിക്കൊടുത്തോ? കൊടുത്തില്ലല്ലോ. ക്ഷേമ പെൻഷൻ കൂട്ടുമെന്നുള്ളതായിരുന്നു ഇവരുടെ പ്രഖ്യാപനം, അത് കൂട്ടിക്കൊടുത്തില്ലല്ലോ. അങ്ങനെ സർക്കാർ ജീവനക്കാരെയും ജനങ്ങളെയും കബളിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റിനാണ് നമ്മൾ ധനകാര്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വമില്ലാത്തത് കൊണ്ട് എന്ത് പ്രഖ്യാപനവും നടത്താമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ധനകാര്യമന്ത്രി ഈ പ്രഖ്യാപനങ്ങളൊക്കെ ബഡ്ജറ്റിലൂടെ നടത്തിയിട്ടുള്ളത്. കാരണം ഇത് നടത്തേണ്ട ഉത്തരവാദിത്വം വരുന്ന ഗവൺമെൻറ്റിന് ആണ്. അതുകൊണ്ട് ആ ഗവൺമെൻറ് തലയിൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഇതിൻ്റെ പൊള്ളത്തരം തിരിച്ചറിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസമില്ലാത്ത ബഡ്ജറ്റ്. അതേ ഞാൻ പറഞ്ഞേ, സ്വപ്നവുമില്ല, പ്രായോഗികതയുമില്ല. കുറേ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തി എന്നുള്ളതല്ലാതെ ഈ ബഡ്ജറ്റിൽ ഒന്നുമില്ല. ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതല്ല. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ഗുണകരമായിട്ടുള്ളൊരു ബഡ്ജറ്റല്ല. കാരണം ഈ ബഡ്ജറ്റ് നടപ്പാക്കാൻ ഉത്തരവാദിത്തമില്ലാത്ത, അല്ലെങ്കിൽ വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ മാത്രമാണിത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ആകെ ഗവൺമെൻറ്റിൻ്റെ ഒരു അഭ്യർത്ഥനയുള്ളത്, ആ മഞ്ഞക്കുറ്റി ഒന്ന് പിഴുതുകൊണ്ട് പോകണമെന്നാണ്. ജനങ്ങൾ ഈ മഞ്ഞക്കുറ്റി ഇട്ടേക്കുന്നതുകൊണ്ട് അവർക്ക് ഭൂമി കൈമാറാൻ പറ്റില്ല, ക്രയവിക്രയം നടത്താൻ കഴിയത്തില്ല, ആളുകൾ ബുദ്ധിമുട്ടിലാണ്. കേരളയിൽ ഉണ്ടോ? ഇന്നും അത് ബഡ്ജറ്റിൽ പറഞ്ഞിട്ട് കേരളയിൽ നടപ്പാക്കുമെന്നു. ഇത് വ്യക്തതയില്ലാത്തത് ഗവൺമെൻറ്റിനാണ്. അതിവേഗ പാത ഉണ്ടാകുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു കേരളയിൽ നടപ്പാക്കുമെന്ന്. ഏതാണ് ശരി? അപ്പോൾ ഈ വ്യക്തത ഇവർക്ക് തന്നെ ഇല്ല. ഏതായാലും എനിക്ക് ധനകാര്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ള മഞ്ഞക്കുറ്റി ഒന്ന് പറിച്ചു കളഞ്ഞാൽ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയെങ്കിലും വിൽക്കാനും വാങ്ങാനും ഒക്കെ കഴിയും. അതുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ബഡ്ജറ്റാണിത്. ഇത് ഏത് പദ്ധതിയാണ്? ഇതിൻ്റെ ഒന്നും DPR കാണാൻ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? കേരളയിൽ നിന്നാണ് ഇത്രയും നാൾ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരിത് മാറി, അതിവേഗ റെയിൽ അല്ലേ, അതല്ലേ പറയുന്നത്? ഇത് എവരുടെ എന്തുവാ? RRTS. ഇതൊക്കെ ഇതിൻ്റെ ഒന്നും വിശദമായ പദ്ധതി രേഖകൾ കാണാതെ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഓരോ സമയത്തും ഗവൺമെൻറ് ഓരോന്ന് പ്രഖ്യാപിക്കുക. ഇന്ന് ബഡ്ജറ്റിൽ പറഞ്ഞു, ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറയുന്നത് എന്താണ്? കേരളയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ? കേരളയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബഡ്ജറ്റിൽ പറയുന്നു. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പറയുന്നു RRTS നടപ്പാക്കുമെന്ന്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള അതിവേഗ റെയിൽ നടപ്പാക്കുമെന്ന്. KV തോമസ് പറയുന്നു മുഖ്യമന്ത്രിയോട് ആലോചിച്ചിട്ടാണ് അതിവേഗ റെയിൽ സ്ഥാപിക്കാൻ മുന്നോട്ട് വന്നത്. ആര് പറയുന്ന വിശ്വസിക്കുന്നത്? അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കിട്ടട്ടെ, എന്നിട്ടെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? ഞങ്ങളാരും വികസനത്തിനെതിരല്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ഞങ്ങൾ അതിവേഗ റെയിൽവേ വികസനത്തിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ അതിൻ്റെ DPR കാണണ്ടേ? സംസ്ഥാന ഗവൺമെൻറ് DPR കാണണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് DPR കാണണ്ടേ? ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് കാണാതെ എങ്ങനെ നമുക്ക് അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യാൻ പറ്റും? എന്നിട്ട് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞു കേരളയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഏതാണ് ശരി? അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യും. തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി ഇതുപോലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഒരാത്മാർത്ഥയും അവർക്ക് ആർക്കുമില്ല. അല്ല, അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഗൗരവമായി ആലോചിച്ച് നടപ്പാക്കും. കാരണം ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന്
സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ വേഗതയിൽ എത്തേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ ഇന്നുള്ള റെയിൽവേ സംവിധാനം തന്നെ അതിൻ്റെ വളവുകൾ നികത്തി സിഗ്നലിംഗ് സമ്പ്രദായം ശരിയാക്കിയാൽ തന്നെ വേഗതയിലെത്താൻ കഴിയും. അല്ല, കേരളയിൽ ഒരാവശ്യമില്ലാത്തതായിരുന്നു. അത് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയില്ല, അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല. അനാവശ്യമായി കോടിക്കണക്കിന് നിലങ്ങൾ രൂപ വില വരുന്ന നിലങ്ങൾ നികത്തേണ്ടതായിരുന്നു. അതെല്ലാം കൊണ്ടാണ് ഞങ്ങളെ എതിർത്തത്. അതിപ്പോൾ ശരിയാണെന്ന് വന്നില്ലേ? ഏതാ? അല്ലല്ല, ഇതേ രീതിയിലല്ലാതെ തന്നെ അതിവേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സിഗ്നലിംഗ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയാൽ ഇപ്പം നിലവിലുള്ള റെയിൽവേ പാത തന്നെ ഉപയോഗിക്കാൻ കഴിയും. വളവുകൾ നികത്തിയാൽ കഴിയും. അതൊക്കെ നമ്മൾ നേരത്തെ പണ്ട് കേരളയിലെ എതിർത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനൊരു പുസ്തകം തന്നെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഏത് രീതിയിലാണെന്നുള്ളത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അല്ല, അതെല്ലാം ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞത് എന്താ? കേരളയിലെ ഞങ്ങൾ എതിർത്തത് എന്തുകൊണ്ടാണ്? ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തിയില്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല. തന്നെയുമല്ല, പാടങ്ങൾ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമി നികത്തേണ്ടി വരുന്നു. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർത്തത്. തന്നെയുമല്ല, ഇത്രയും വൻതോതിലുള്ള കടമെടുക്കാതെ തന്നെ വേഗത്തിൽ എത്താൻ കഴിയുന്ന രീതിയിൽ നമുക്കിപ്പം നിലവിലുള്ള റെയിൽവേ പാളങ്ങൾ തന്നെ ശരിയാക്കിയെടുക്കാൻ കഴിയും. ഇതൊന്നും കൂടാതെ ആരോടും ചർച്ച ചെയ്യാതെയാണ് ഇവർ മുന്നോട്ട് വന്നത്. ഇപ്പം കെ ഫോണിൻ്റെ സ്ഥിതി എന്താണ്? ഒരു മിനിറ്റ്. കെ ഫോണിൻ്റെ സ്ഥിതി എന്താണ്? ആർക്കാണ് അതുകൊണ്ട് പ്രയോജനമുണ്ട്? എത്ര കോടി രൂപ ചിലവാക്കി? കെ ഫോൺ ആരാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം തട്ടിക്കൂട്ട് പദ്ധതികളാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർത്തത്. ഏതാ? അല്ല, അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയും. ഇത് ഞങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ DPR കൊണ്ടുപോവാ. DPR വായിച്ച് നോക്കിയിട്ടല്ല നമുക്ക് എതിർക്കോ അനുകൂലിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങളാരും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ? ഞങ്ങൾ ഇത്തരം അതിവേഗ പാതകൾക്ക് എതിരല്ല, പക്ഷേ അതിൻ്റെ DPR കാണണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.